യേശുവിൻ്റെ തിരുശരീരം. ആമേൻ. യേശുവിൻ്റെ തിരുശരീരം. ആകാശ് കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. തലേ ദിവസം ഞാൻ വിളിക്കാം. ഡേറ്റ് മറക്കണ്ട. 1 സെക്കൻഡ്. അഡ്വാൻസ്. താങ്ക് യു. യേശുവിൻ്റെ തിരുശരീരം. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട് നടക്കണ. ആരടാ പോകുന്നത്? ഇതവന്റെ ആദ്യത്തെ കേസല്ല, സ്ഥിരം പരിപാടിയാ. ഈ മേജിക്കാരൊക്കെ ഇങ്ങനെ മോഷണത്തിനിറങ്ങിയ ജനം വലയുമല്ലോ. യേശുവിൻ്റെ തിരുശരീരം. യേശുവിൻ്റെ തിരുശരീരം. യേശുവിൻ തിരുശരീരം. ആമേൻ. പിശാച് എന്നെ കൊണ്ടേ പോവുള്ളൂ. അമ്മച്ചിക്ക് ഇപ്പൊ തന്നെ സ്തുതിക്കണമല്ലേ? എലീന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് ഫ്രോഡ് വേല കാണിക്കാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞായിരുന്നോ? 2 ആഴ്ചത്തേക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ. പിന്നെ നിന്റെ കൺവട്ടത്ത് ഞാൻ വരില്ല. പ്ലീസ്. പട്ടണത്തെ നീ പറ്റിക്കുന്ന ഹൈ സൊസൈറ്റിക്കാരല്ല ഇവിടെ. എന്തിനേയും ഏതിനേയും അന്ധമായി വിശ്വസിക്കുന്ന കളങ്കം അറിയാത്ത ഒരുപറ്റം പാവങ്ങളായി നാട്ടുകാര്. അവരെ പറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് തന്നെ അപ്പച്ചനോട് പറഞ്ഞ് നിന്റെ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. എന്തോ അസാധ്യമായ ഒരു കാര്യമാ. എന്തായാലും തൊമ്മിച്ചൻ ചെയ്ത് കാണിച്ചത്. നിങ്ങൾ റോമിൽ നേരിട്ട് പോയോ? റോമില് നേരിട്ട് പോയോന്ന് ചോദിച്ചാ അത് കയ്യിലുള്ള കാശ് മുടക്കി അരമനയിൽ പോയി ഗബ്രിയേൽ അച്ഛനെ പലവട്ടം കണ്ട് ഇവര് ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഗബ്രിയേൽ അച്ഛനെ ഞാൻ നിർബന്ധിച്ച് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അല്ലേ അച്ഛാ? അദ്ദേഹം ഞങ്ങളെ വിടാതെ പിടിക്കുകയായിരുന്നു. പുള്ളിക്കാരന്റെ ഒരു ജനസേവനത്തിന് ശരിക്കും ഒരു MLA ആവേണ്ട സമയം. അയ്യോ തൊമ്മിച്ച, അത്ഭുതം തന്നെ തൊമ്മിച്ച. താൻ കൊണ്ടുവന്ന അച്ഛൻ അത്ഭുതം തന്നെ. എന്താ കാര്യം? ഞങ്ങള് മാത്രം സംസാരിച്ച കാര്യമാ ഇപ്പൊ അച്ഛൻ പറഞ്ഞത്. പൂമാല ഗ്രാമത്തിൽ ഈ പള്ളിയിലേക്ക് അത്ഭുതങ്ങൾ പ്രവചിക്കുന്ന അച്ഛന്മാരെ കൊണ്ടുവന്ന തൊമ്മിച്ച, നിങ്ങളാണ് അടുത്ത ബൈ ഇലക്ഷനിൽ പാർട്ടി സ്ഥാനാർത്ഥി. സത്യമാണോ? എനിക്ക് വയ്യ എന്റെ അച്ഛാ. എക്സ്ക്യൂസ് മീ. തൊമ്മിച്ച വന്നേ അച്ഛനിങ്ങ വന്നേ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. എന്റെ പൊന്നച്ഛന്മാരെ, നിങ്ങൾ എന്റെ പുണ്യമാണ്, ഈ നാടിന്റെ പുണ്യമാണ്. ഹലോ, എന്താ മാഡം ഇങ്ങോട്ട് പോകുന്നത്? അപ്പച്ചനോട്, സോറി, ഐ മീൻ ഭാവി MLA കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് എന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വരൂ. എന്താണ് ഉദ്ദേശം ആകാശ്? എന്റെ അപ്പച്ചന്റെ പണോ
ഇങ്ങനൊരു വേഷം കെട്ടിയത് എന്തിനാ? കൂടെയുള്ള ആളാരാ? എന്തിനിവിടെ വന്നു? ചില്ലറ കളി അല്ല നീ കളിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടാണോ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നോർത്തോ, നീ ചതിക്കാൻ നോക്കുന്നത് ഞങ്ങളെയല്ല, ദൈവത്തെ. അച്ചോ എന്താ പേര്? ഇവിടെ നിൽക്കായിരുന്നു. കാറ്റ് കൊള്ളാൻ കത്രീനയുടെ കുമ്പസാരത്തിന് പോയല്ലായിരുന്നോ? പോണം. ആരുടെ കുമ്പസാരം? കത്രീനയുടെ. നിങ്ങളല്ലായിരുന്നു അവളെ കുമ്പസരിപ്പിക്കാൻ മുൻകൈ എടുത്തത്. അതെ അതെ, ഞാൻ പെട്ടെന്ന് കുമ്പസാരിപ്പിച്ചിട്ട് വരാട്ടാ. അതാണ് ആശാൻ രാവിലെ സെന്റും പൂശി ഇറങ്ങിയതല്ലേ. ഈശ്വര, ഷോ തുടങ്ങി കാണും എന്തോ. ഒറ്റയ്ക്ക് കേട്ട് സൂക്കാണല്ലേ. കുറെ നേരമായോ? ഇപ്പൊ തുടങ്ങിയുള്ളൂ. അപ്പോഴേക്കും വേർത്തോ? ആദ്യഭാവം തന്നെ താങ്ങാൻ പറ്റില്ലയോ എന്റെ ഭഗവാനെ. അതെ, തുടക്കം മുതൽ ഒന്നുകൂടെ പറയാൻ പറ. വേണോ? മൊത്തം സ്റ്റാർട്ടിങ് മുതൽ. വൺസ് മോർ. എന്താ വേർത്ത് കുളിച്ച്? അത് വളരെ ചൂടുള്ളൊരു കുമ്പസാരായിരുന്നു. ചൂടുള്ള കുമ്പസാരോ? റിയലി ഹോട്ട്. ഈ പള്ളിയോടൊന്നും തന്നെ AC ആക്കേണ്ടി വരും. പോട്ടെ, ഇച്ചിരി പണിയുണ്ട്. എനിക്ക് ഇത്രയും മതി. മതിയോ? തൽക്കാലത്തേക്ക് കുറഞ്ഞു പോയാ? അതെ അച്ഛോ, ഇതും കൂടി ഒന്നിരിക്കട്ടെ. എന്താ ഇത്? റോമിലേക്കുള്ള യാത്രയിൽ ഉപകരിക്കും. വിസിറ്റിംഗ് വിസയാണോ? അല്ല, വിസിറ്റിംഗ് കാർഡാ എന്റെ. ശരി. ഇയാളുടെ കടയിൽ തുണിയേക്കാളും കൂടുതൽ വിസിറ്റിംഗ് കാർഡാന്ന് തോന്നുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഒന്നല്ല വനമാല. മൈ ഡിയർ ടൂറിസ്റ്റ്. മലയാളത്തിൽ പറടാ. അല്ല, ഈ അയ്യനാർ പള്ളി തുറക്കാൻ വന്ന അച്ഛന്മാരെ ഇവിടെ കാണാൻ കണ്ടോ? ആക്കിയതാ? അല്ല, ഈ വേഷം കണ്ടിട്ട് ചോദിച്ചു പോയതാണേ. മാപ്പാക്കണം. അതോ ഇതിനടിയിലാണോ ലോഹ ഇട്ടിരിക്കുന്നത്? എന്താ നിനക്ക് കാണണോ? ഒറ്റ തേമ്പും കേട്ടല്ലോ. എന്റെ വേഷം കണ്ട് കുറേ. വേഷം കിട്ടുന്ന ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ അച്ഛന്മാര് ഡ്രസ് എടുക്കാൻ വന്നാണല്ലേ? ഞാൻ വിചാരിച്ചു മാത്തുക്കുട്ടിയുടെ അമ്മയുടെ ദീനത്തെ പറ്റി സംസാരിക്കുകയാണെന്ന്. അയ്യോ, ശരിയാ, ഞാനത് ഓർത്തില്ല. ഞാൻ എന്തൊരു മണ്ടനാ. എന്താ മാത്തുക്കുട്ടി ഇത്? ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് നിസ്സാര കേസ് കിട്ടല്ലേ? കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ല്. അച്ഛന്മാർ ഒന്നെന്റെ വീട്ടിൽ കയറണം. അച്ഛന്മാർ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദീനവും മാറും, ഉറപ്പാ. ഞാനിത് വരുന്നു. മോനിച്ചോ, എന്തോ കട അടച്ചോ? അല്ല, ഈ ദീനം എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിച്ച മാറുന്ന കേസ് കെട്ടേ ഉള്ളന്നേ. വന്നാൽ ദീനവും മാറ്റി വിശപ്പം മാറ്റി പോവാം. അവന്റെ ഒരു ലുക്ക് വെച്ചിട്ട് അവന്റെ അമ്മയ്ക്ക് പൈൽസ് ആവാനാ ചാൻസ്. ആ ഏരിയയിൽ ഞാൻ എന്ത് അത്ഭുതം പ്രവർത്തിക്കാനാ? എന്തായാലും ആപ്പിളിലും മുന്തിരിയിലും നിൽക്കില്ല. ഉറപ്പാ? ഉറപ്പാ. എന്താവോ? നിന്റെ നടപ്പ് കണ്ടാ തോന്നുന്നു അകത്ത് അമ്മ പ്രസവിക്കാൻ കിടക്കുകയാണ്. അച്ഛന്മാര് പ്രാർത്ഥിക്കടാ.
പേടിക്കണ്ട, ഞങ്ങള് പള്ളിയിലെ പുതിയ അച്ഛന്മാരാ. ഈ വേഷം കണ്ടിട്ട് മനസ്സിലായേ ഇല്ല. മാത്തുക്കുട്ടി പറഞ്ഞായിരുന്നേ അമ്മച്ചി ഒന്ന് കാണണമെന്നേ. അയ്യോ, അവൻ എപ്പോഴും എന്റെ വിചാരേ ഉള്ളന്നേ. അവന്റെ കെട്ടികളുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല, നല്ല പൊന്നുപോലെ തമ്മിച്ചുണ്ട്. അമ്മയാണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആട്ടെ, അവള് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ? എടുക്കത്തില്ല, അവളൊക്കെ തെക്കീന്നാണേ. സാരമില്ല കേട്ടോ, ഞാൻ എടുത്തു തരാം. ചായ മതിയോ? ഓ ആയിക്കോട്ടെ. അല്ല, കാപ്പിയാവാ അല്ലേ? ഓക്കെ. പാവങ്ങള്. അല്ലെങ്കിൽ നല്ല സംഭാരം എടുത്താലോ? വേണ്ട, പുളിച്ചു പോവും. കരിക്കാ ബെസ്റ്റ് അല്ലേ? ദാഹിക്കുമ്പോ മലയാളി കുടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താ? ഗുരുജി ഓപ്ഷൻ തരൂ. കാപ്പി, മോര്, ചായ, പച്ചവെള്ളം. പച്ചവെള്ളം ശരിയായ ഉത്തരം. അഭിനന്ദനങ്ങൾ. ഇപ്പൊ കൊണ്ടുവരാം. ദേ പോയി ദാ വന്നു. ഞാനൊരു അത്ഭുതം കാണിക്കട്ടെ. എന്താ അത്ഭുതം? വാടാ. യഹൂദന്മാരുടെ താഴ്വരയിൽ നിന്ന് പണക്കൊപ്പുമായി എത്തിയ യൂദാസുകളെ വിടില്ല. നീ തടഞ്ഞു. നടക്കട്ടെ. ഇവിടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. 2 പുണ്യാളം വരെയും തീർത്തോ? വെറുതെ റിസ്ക് എടുക്കണ്ട, ഞങ്ങൾ ചത്തുപോകും. വേണ്ട മച്ചി, വേണ്ട. തീർന്ന് കാണും. എനിക്കത് കണ്ട് ഒന്ന് പുള്ളക്കി തന്നെ ആക്കണം. ഡെഡ് ബോഡി ആയെങ്കിൽ എനിക്കും കൊടുക്കണം 2 എണ്ണം. ഞാൻ എന്തായി കാണുന്നത്? അടിക്ക്, അടിക്കാൻ പറ്റി. നിന്ന് ഡാൻസ് കളിക്കാൻ അടിക്കാൻ. അമ്മച്ചി, അമ്മച്ചി, ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്കിയേ. അമ്മച്ചി. അമ്മച്ചി, മാതുക്കുട്ടി, റോസിയെ, അയ്യോ എല്ലാരും ഉണ്ടല്ലോ. ഇവിടെ എന്നാ പറ്റിയേ? അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓരോർക്കത്തിന്ന് എഴുന്നേറ്റ പോലെയുണ്ട്. എടാ മാത്തുക്കുട്ടി, എന്തോ സ്വപ്നത്തിൽ 2 മാലാക്കന്മാര് വന്ന് ഒരു ദിവ്യതണ്ട് കൈ തന്നിട്ട് പറഞ്ഞു, നിന്റെ എല്ലാ ദീനവും മാറിയെന്ന്. ആ 2 മാലാഖന്മാര് ഇവരാ അമ്മച്ചി? മാറിക്കണം. ഇവരാ അമ്മച്ചി. അമ്മച്ചിയുടെ ദീനം മാറ്റിയ 2 പൊന്നച്ഛന്മാര്. ആണോ? എത്ര മരുന്നും മന്ത്രമൊക്കെ നോക്കിയതാന്നറിയോ? നിങ്ങളൊന്ന് തൊട്ടതേ ഉള്ളൂ, എല്ലാം മാറി. ആഹാ, എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? ഓരോ കപ്പ് ചായ ആയാലോ? അല്ലെങ്കിൽ കാപ്പി ആവാല്ലേ? ചായയും കൊള്ളാം. ഭ്രാന്ത് പകരുമാ ചായ.